ആശംസകൾ. ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു പാലട പായസമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി 1 കപ്പ് പാലട തിളച്ച വെള്ളമൊഴിച്ച് അടച്ച് 20 മിനിറ്റ് വയ്ക്കുക. 20 മിനിറ്റ് കഴിയുമ്പോൾ ഇത് കുതിർന്നിട്ടുണ്ടാവും. വീണ്ടും പച്ചവെള്ളം ഒഴിച്ച് കഴുകി ഊറ്റിയെടുക്കുക. അതിനുശേഷം കുറച്ച് നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പ് വറുത്ത് കോരി വെച്ചിട്ട് 1 കപ്പ് പഞ്ചസാര എടുത്തതിൻ്റെ പകുതി ക്യാരമലാക്കുക. അതിങ്ങനെ വറുത്ത് കളർ കിട്ടാൻ വേണ്ടിയിട്ട് അതിനകത്തേക്ക് ഈ 1 കപ്പ് അട വേവിച്ചത് ചേർത്ത് വരട്ടിയതിന് ശേഷം 4 കപ്പ് പാലിൽ 2 കപ്പ് ആദ്യം ഒഴിച്ചു. അതിനുശേഷം പഞ്ചസാരയും ബാക്കി വന്ന പഞ്ചസാരയും ചേർത്ത് പാല് കുറേശ്ശെ ഒഴിച്ച് നെയ്യും ചേർത്ത് എടുക്കുക. നല്ല അടിപൊളി പാലട പായസം റെഡി ആയിട്ടുണ്ട്. വിശദമായ വീഡിയോ ഞാൻ താഴത്തെ വീഡിയോയിൽ ഇടുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു മാമ്പഴ പുളിശ്ശേരി ആയിട്ട് ഉണ്ടാക്കുന്നു. അതിന് വേണ്ടിയിട്ട് ഒരു വെള്ളരിക്കയുടെ പകുതി ചെറുതായി കട്ട് ചെയ്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ച് നന്നായി വേവിക്കുക. ഞാൻ ഇതിനകത്ത് ചേർക്കുന്ന മാമ്പഴം ചെറിയ മാമ്പഴാട്ടോ, അതായത് നാട്ടുമാമ്പഴം. അതിന് ശേഷം വെന്തതിന് ശേഷം മാമ്പഴം ചേർക്കുക. പിന്നെ തേങ്ങയും ജീരകവും അരച്ച് കൊണ്ടുവരിക. ഈ മാമ്പഴവും വെള്ളരിക്കയും നന്നായി വെന്ത് വെള്ളം വറ്റിയതിന് ശേഷം ഈ തേങ്ങാക്കൂട്ട് ചേർക്കുക. തേങ്ങാക്കൂട്ട് ചേർത്ത് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ 1 കപ്പ് തൈര് ഒന്ന് ഉടച്ചെടുത്തതാട്ടോ, അത് ഇതിനകത്തേക്ക് ചേർക്കുക. അതിനെ ഇളക്കിയതിന് ശേഷം പിന്നെ കടുക് വറുക്കുക. ഉലുവയും കടുകും മുളകും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് വറുത്തിടുക. അങ്ങനെ വെള്ളരിക്ക മാമ്പഴ പുളിശ്ശേരി റെഡി. ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ചക്ക എരിശ്ശേരി ആയിട്ട് ഉണ്ടാക്കണത്. അതിനുവേണ്ടി ചക്ക കട്ട് ചെയ്ത് എടുക്കുക. അതിനുശേഷം അത് ചെറുതായി അരിഞ്ഞെടുക്കുക. അതിനുശേഷം അതിനകത്ത് കുറച്ച് കുരുവും കൂടെ ചേർക്കണം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഉപ്പും വെള്ളവും ചേർത്ത് സ്റ്റൗവിൽ വെച്ച് വേവിക്കുക. അതിനുശേഷം ജീരകവും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും തേങ്ങയും ചേർത്ത് അരച്ചെടുക്കുക. ഈ അരച്ച കൂട്ട് വെന്ത ചക്കയിലേക്ക് ചേർത്ത് ഇളക്കുക. അധികം വെള്ളം ഒഴിക്കരുത് കേട്ടോ, ഇങ്ങനെ കുറുകിയിരിക്കണം. അതിനുശേഷം നന്നായിട്ട് കടുക് വറുക്കുക. കടുകും 1 മുറി തേങ്ങയും നന്നായിട്ട് വറുത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുക. അങ്ങനെ ചക്കയെരിശ്ശേരി റെഡി. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തത് ഒരു വിഷു അടയാണ് കേട്ടോ. അത് വിഷുവിൻ്റെ അന്ന് ഉണ്ടാക്കിയ അട. അതായത് 1 കപ്പ് അരിപ്പൊടി പത്തിരിപ്പൊടി ആട്ടോ. അതിനകത്തേക്ക് ഇത്തിരി ഉപ്പും തിളച്ച വെള്ളവും അല്പം നെയ്യും ചേർത്ത് കുഴച്ച് പരത്തുക. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും തേങ്ങയും കുറച്ച് പഞ്ചസാരയും ചേർത്ത് നന്നായി കുഴച്ചതിന് ശേഷം ഈ അടയുടെ കൂട്ടിൽ വച്ച് മടക്കിയെടുത്ത് അപ്പച്ചെമ്പിൻ്റെ ആവി തട്ടിൽ വച്ച് വേവിച്ചെടുക്കുക. പിന്നെ പഴം പുഴുങ്ങിയത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഇത് വിഷു നാളിൽ. അടുത്തൊരു അവിയലാണ് കേട്ടോ. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് തിരുമ്മി വയ്ക്കുക. അതിനുശേഷം അടുപ്പിൽ വെച്ച് തിളച്ച് കഴിയുമ്പോൾ അതിൻ്റെ കൂടെ തക്കാളി ചേർക്കുക. പിന്നെ ജീരകവും ചുവന്നുള്ളിയും തേങ്ങയും അരച്ചത് ചേർക്കുക വെന്ത് കഴിയുമ്പോൾ. അതിനുശേഷം കുറച്ച് തൈര് ചേർത്ത് ഇളക്കിയെടുക്കുക. കറിവേപ്പിലയും പച്ചവെളിച്ചെണ്ണയും ഒഴിച്ച് അവിയൽ റെഡി. വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തൊരു കായ മെഴുക്കുവരട്ടിയുണ്ടോ. നല്ല ഏത്തക്കായ ചെറുതായി അരിഞ്ഞ് വെള്ളത്തിലിട്ട് അതിൻ്റെ കറയൊന്ന് കളഞ്ഞു കഴിഞ്ഞതിന് ശേഷം അടുപ്പിൽ വയ്ക്കുക. ഉപ്പും പച്ചമുളകും കീറിയത് ഇട്ട് മൂടി വെച്ച് വേവിക്കുക. വെന്ത് വെള്ളം പറ്റിയിട്ടുണ്ട്. ഒത്തിരി വെള്ളം പറ്റേണ്ട, സ്വല്പം അങ്ങനെ കാണും. അതിൻ്റെ ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്ത് ഈ ചുവന്ന മുളകും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ചതച്ച് വിടുക. അതിനുശേഷം ഈ കായ വെന്തത് ഇട്ട് ചേർത്ത് ഇളക്കിയെടുക്കുക. അങ്ങനെ ഏത്തക്കായ മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഇതുണ്ടാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.